ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളങ്ങനെ എറണാകുളം കോട്ടയം വഴി ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, MC റോഡ് വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ വൺ ഓഫ് ദ ഏറ്റവും നല്ല ബെസ്റ്റ് MC റോഡാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ്, വളരെ നല്ലതാണ്, നീറ്റായിട്ടുള്ള റോഡാണ്. കണ്ടാൽ മനസ്സിലാവും, റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ നീറ്റാണ്. കട്ടറുകളൊക്കെ വളരെ കുറവാണ്. പറയാന്നുണ്ടെങ്കിൽ ഒരു 0.001% ഒക്കെ അവിടെ എവിടെയും പോകുന്ന വഴികളിലുണ്ട് കട്ടർ. അത് വളരെ കുറവാണ്. വളരെയധികം മഴ സമയത്തൊക്കെ ഇളകുന്നതാണെന്നാണ് എന്നെ കണ്ടിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല. തീരെ കുറവ് കട്ടറുള്ള റോഡാണ്, നല്ല റോഡാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ആകപ്പാടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരക്ക്. ഈ റോഡിലെ തിരക്കെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അപാര തിരക്കാണ്. അപാര തിരക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുമ്പം തന്നെ ഉണ്ടോ, ഒരു വണ്ടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് 40-ലാണ്. ഒരു കാറിനകത്ത് 40-ന് ഇത്രയും നല്ല റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ. നമ്മുടെ ഫ്രണ്ടിൽ കണ്ടോ, 2 വണ്ടികളുണ്ട്, ഒരു വണ്ടിയുണ്ട്. ഇങ്ങനെ വണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടാണ്. കാരണം നമ്മൾ സിംഗിൾ ലൈൻ റോഡിൽ കൂടെ ഓടുന്നത്. ഇവിടെ ഡബിൾ ലൈൻ ഉണ്ട്. ഒന്ന് അവയർനെസ് ഉണ്ട്, ഓവർടേക്ക് ചെയ്യുന്ന സൂക്ഷിക്കണം, അറിയാലോ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്കൊരു സേഫായിട്ട് ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. റോഡ് ഓവർടേക്ക് ചെയ്യാം, ഓവർടേക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബട്ട് എന്തുമാത്രം സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ വണ്ടിയെ പോകുന്നതാണോ, ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരുടെ പ്രോബ്ലം അല്ല. അത്രയും ലോഡ് വെച്ച് പോകുമ്പോൾ നമുക്കും പോകുന്നതിൻ്റെ പരിധിയുണ്ട്. അത്രയും ക്ലിയറായി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഓവർടേക്കാൻ പറ്റൂ. ഇങ്ങനെ കിട്ടുമെങ്കിൽ പോലും ഈ സമയത്താണ് ഇങ്ങനെ പറ്റുന്നത്. അതേസമയം ഒരു 8 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ പരിപാടിയാണ്. ഞാൻ ഇപ്പം ഏകദേശം ഒരു രാവിലെ 7 മണി ആവുന്നു, ആ ടൈമാണ്. അതുകൊണ്ടാണ് ഈ റോഡിൽ ഇത്രയും തിരക്ക് കുറവ്. ആക്ച്വലി ഇതിപ്പം നമ്മളൊരു 8 മണി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓഫീസിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും അവിടെ എവിടെയും പോകുന്നതും എല്ലാം റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. റോഡ് നല്ലതാണ്, കാണുമ്പോൾ മനസ്സിലാവും. റോഡ് നല്ല റോഡാണ്, നീറ്റ് റോഡാണ്, നല്ല ഭംഗിയുള്ള റോഡാണ്. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് വണ്ടികളില്ലാത്ത സമയത്ത് ഈ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖം. കാരണം മറ്റുള്ള വളവുകളൊക്കെ എടുക്കുമ്പോഴും എല്ലാം നല്ല നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന റോഡാണ്. പക്ഷേ ഈ പറയുന്ന തിരക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഈ റോഡ് നമ്മളുടെ പ്രത്യേകിച്ച് ഗിയർ വണ്ടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ പാടില്ല. കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, NH-66 വർക്ക് നടക്കുന്നുണ്ട്. 66 NH-66 വർക്ക് നടക്കുന്നു. ആ വർക്ക് കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എറണാകുളം നിന്ന് ട്രിവാൻഡ്രം വരുന്ന വണ്ടികളും, അതേപോലെ കന്യാകുമാരി ട്രിവാൻഡ്രം എറണാകുളം പോകുന്ന വണ്ടികളും, മിക്കവാറുള്ള എല്ലാ വണ്ടികളും ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന MC റോഡ് വഴിയാണ്. അതും കൂടെ ഒരു കാരണമാണ് റോഡിൻ്റെ തിരക്കും കൂടെ. പിന്നെ അതിലുപരിയായിട്ട് ഈ റോഡിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പേ ഈ MC റോഡിൽ തിരക്കുണ്ട്. ഇതിപ്പോൾ ഇരട്ടിയാന്നേ ഉള്ളൂ ഇപ്പം. പക്ഷേ അതിന് മുമ്പിട്ട് തന്നെ ഈ റോഡിൽ തിരക്കുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഞാൻ ഏകദേശം 2011-12 ആ ടൈമിൽ, 2011 ഞാൻ +2 കാലം, എൻ്റെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. ഏകദേശം 2012, 2011, 2010 ആ ടൈമിലാണ് ഈ റോഡിൻ്റെ പണി നടക്കുന്നത്. ഇതിന് മുമ്പിട്ടൊരു ഈ ലൈൻ നടുക്കൂടെ ലൈൻ ഇല്ലാതെ നോർമൽ റോഡായിരുന്നു. ഒരു 6-7 മീറ്റർ വീതിയുള്ള ഒരു നോർമൽ റോഡ്. ഇപ്പോഴാണല്ലോ ഇത്ര വീതി. അപ്പം അങ്ങനെ അന്നാണ് ഇതിൻ്റെ റോഡ് 2011-12 ടൈമിലാണ് ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നതും. ഇത് നിലമേലാണ് കേട്ടോ ഫ്രണ്ട്സ്, നിലമേൽ ജംഗ്ഷൻ. അപ്പം എന്താ പറഞ്ഞത്, 2011-2012 ആ ടൈമിലാണ് ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്.
ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ഓക്കെ എന്ന് പറയാം, കാരണം അന്ന് അത്ര വണ്ടികളില്ല. പക്ഷെ ഒരു 5 വർഷം 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഏകദേശം ഒരു 13-15 വർഷത്തോളം ആയെന്ന് കൂട്ടിക്കോ, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അന്നത്തെ കണക്കല്ല ഇപ്പോൾ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ മാറി. ചെറിയ വണ്ടികളുള്ള ആൾക്കാരെല്ലാം വലിയ വണ്ടികൾ എടുത്തു. മാരുതി 800 കൊണ്ട് നടന്നവരും ഓൾട്ടോ കൊണ്ട് നടന്നവരെല്ലാം ഇപ്പം ക്രെട്ടയും പിന്നെ പറയുന്ന വലിയ വലിയ വണ്ടികൾ SUV-ലോട്ടും സെഡാനിലോട്ടൊക്കെ മാറി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു, ഒരുപാട് വണ്ടികൾ വന്നു. എല്ലാം പണ്ടത്തേക്കാളും ആൾക്കാരുടെ വീടുകളാണെങ്കിൽ പോലും മുമ്പഴത്തേക്കാളും വീടുകളുണ്ട്. അപ്പോൾ ഒരു സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാർ പോലും ഇപ്പോൾ കാറിൽ പോകുന്നൊരു സിറ്റുവേഷനാണ്. പെട്രോളിൻ്റെയൊക്കെ വില കൂടിയെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ പൊതുവെ കാറിൽ ആശ്രയിക്കാൻ, പ്രത്യേകിച്ച് ലോങ് ട്രിപ്പ്. ഈ റൂട്ട് പോകുന്നവർ കൂടുതൽ ലോങ് ട്രിപ്പ് ആയിരിക്കും. 90% ആൾക്കാർ ലോങ് ട്രിപ്പ് ആയിരിക്കും, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് പോകുന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ NH ഒഴിച്ച് വെച്ചാൽ പോലും, NH-ന്റെ പനി മാറ്റി വെക്കുകയാണെങ്കിൽ പോലും റോഡിൽ തിരക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പറയാൻ നല്ല തിരക്കുണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ, എടുത്തു പറയേണ്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ ഡബിൾ ലൈൻ എപ്പോഴും സൂക്ഷിക്കട്ടോ ഓവർടേക്കുന്നത്. അതിപ്പം ഓവർടേക്ക് എന്ന് പോകുന്നുണ്ട്, പക്ഷെ അത് അത്ര എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ ഡബിൾ ലൈനിൽ ഓവർടേക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി ഡബിൾ ലൈൻ, മഞ്ഞ ഡബിൾ ലൈൻ ഒരു കാരണവശാലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോകരുത്. അഥവാ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം ഓവർടേക്ക് ചെയ്യുക, അപകടം ആണ്. ഇനി ഈ ഉണ്ടോ വൈറ്റ് ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു സ്ലോ ആക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം പറഞ്ഞത് കണക്ക് തന്നെ പറഞ്ഞതുപോലെ MC റോഡിൽ ഈ പറയുന്ന കണക്ക് വണ്ടികൾ കൂടി തിരക്കൂടി. അത് ഏറ്റവും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കണക്ക് ഒരു രാവിലെ 8 മണിക്ക് ശേഷവും, അതേപോലെ 8 മണിക്ക് തന്നെ 8 മണിക്ക് ശേഷമൊന്നും പോകണ്ട. ട്രാഫിക് ലൈറ്റ് കത്തി തുടങ്ങുമ്പോൾ തന്നെ 8 മണിക്ക്, അതുകൊണ്ടാണ് ആയിരിക്കുമല്ലോ ട്രാഫിക് ലൈറ്റ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം 8 മണി കഴിഞ്ഞതിന് ശേഷം 8 മണി മുതൽ അങ്ങോട്ട് പിന്നെ തിരക്ക്. അത് പ്രത്യേകിച്ച് ഒരു 10-12 മണി വരെയൊക്കെ തിരക്ക്. ഉച്ചയ്ക്ക് ഫുള്ള് തിരക്കുണ്ട്. അതുപോലെ വൈകിട്ട് എപ്പോഴും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മണി വരെ, 8-9 മണി വരെയൊക്കെ ഈ MC റോഡിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഗിയർ വണ്ടി ഓടിക്കുന്നവരും പഴയ വണ്ടി ഓടിക്കുന്നവരും അല്ലെങ്കിൽ അവരുടെ നടുവിന് തീരുമാനമാവുമെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായ അങ്ങനൊരു സിറ്റുവേഷനാണ് റോഡിൻ്റെ. ഇപ്പോഴും എടുത്തു പറയുന്നത് റോഡിൽ കട്ടറങ്ങനെയാണ്. ഞാനിപ്പം കണ്ട കണക്കൊരു 2 മൈന്യൂട്ട് കട്ടറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങും കാണാം. അതും ഈ മഴയൊക്കെ തോന്നുന്ന സമയം, മഴയില്ല, ഈ മഴയത്ത് മെയിൻലി വരുന്നതാണ്. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അവർ, അത് വന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. നമ്മൾ കണ്ണും പൂട്ടി നമുക്കൊരു 60-70 പോകാൻ പറ്റിയ റോഡാണ്. വണ്ടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ, അത് ഡേഞ്ചറാണ്. കാരണം വളവുകളും തിരിവുകളും ഉള്ള റോഡ്. അപ്പം എപ്പോഴും സൂക്ഷിച്ച് മാത്രം ഓടിക്കേണ്ട ഒരു റോഡാണ്. അത് മാത്രമല്ല ഈ റോഡിന്റെ വീതി കൂട്ടേണ്ട സമയമായി. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ റോഡിന്റെ വീതി കൂട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ റോഡ് വണ്ടി പാർക്ക് ചെയ്താക്കുന്നത് റോഡിന്റെ നടുക്ക കണ്ടോ. KSRTC ബസ്സുകളാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ നമ്മൾ വരുന്ന വണ്ടികളാണെന്നുള്ളത് നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിർത്താൻ പറ്റും. അത് ഒതുക്കുന്നതിനൊരു പരിധിയുണ്ട്. ചില സ്ഥലങ്ങളിൽ ബസ് ബേ ഉണ്ട്, നിർത്തിയിടാനുള്ള സ്പേസുകളുണ്ട്. പക്ഷേ ചില ജംഗ്ഷനിലില്ല. അത് റോഡിന് നടുക്ക് തന്നെയായിരിക്കും വണ്ടി പാർക്ക് ചെയ്യുന്നത്. റോഡിന് നടുക്ക് മീൻസ് ഇൻ ദ സെൻസ് ഒതുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ പറയാം റോഡിന് നടുക്കുന്നത്. പ്രത്യേകിച്ച് തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ വണ്ടികൾ റോഡിന് അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത ആൾക്കാരെ കയറ്റുമ്പം വീണ്ടും ബാക്കിലോട്ട് ബ്ലോക്കുകളാവുക. ഇതിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡ്രൈവർമാരെയോ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. റോഡിന്റെ പ്രത്യേകിച്ച് ജംഗ്ഷനിലൊക്കെ അത്ര ഉള്ളു വീതി. അതാണ് എൻ്റെ ഇഷ്യൂ. അല്ലാതെ വേറൊന്നും ഉണ്ടല്ല, അവര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമില്ല. അവർക്കതേ ഉള്ളൂ ഓപ്ഷൻ, അവിടെ അങ്ങനെ നിർത്തിടാനുള്ള ഓപ്ഷനുള്ളൂ. പിന്നെ MC റോഡിന്റെ വേറൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഈ റോഡിന്റെ വീതി എല്ലായിടത്തും ഒരേപോലെ അല്ല കേട്ടോ. ചില ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പം ഈ നോർമൽ വീതി നിന്നും കുറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വെഞ്ഞാറമൂട് പോത്തൻകോടൊക്കെ ചെല്ലുന്ന സമയത്ത് റോഡ് ഇച്ചിരി കൺജസ്റ്റഡ് ആവുന്നുണ്ട്, എന്ന് വെച്ചാൽ ചെറുതായി പോകുന്നുണ്ട് റോഡ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതുണ്ട് ഈ റോഡിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ റോഡിന്റെ വീതി കൂട്ടേണ്ട സമയം, ഇത്രയും വണ്ടികളായി
എത്ര ജനങ്ങൾ വണ്ടി കൂടെ ഓടുന്നുണ്ട്. പണ്ടത്തെ കണക്കല്ല. പണ്ട് 10 പേര് വീട്ടിൽ കുത്തിയിരുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോകുന്ന സ്ഥാനത്ത് ഇപ്പം